എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസ് വളരെ പെട്ടെന്ന് കുറഞ്ഞ അളവിൽ രുചികരമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല രുചിയാണ്. ഞാൻ നെയ്ച്ചോറിൻ്റെ എക്സ്പേർട്ട് ഒന്നുമല്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആവശ്യത്തിന് എടുത്ത് അതിലെ പ്രാണികളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് അതൊന്ന് തെളിഞ്ഞു വരില്ലേ, വെള്ളം തെളിഞ്ഞു വരുന്ന സമയം വരെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുതിരാനൊന്നും പാടില്ല. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം കേട്ടോ. കൂട്ടുകാരെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർക്കണത്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് തണുപ്പായതും കൊണ്ട് കട്ടയായിട്ടിരിക്കുക, അതും കൊണ്ട് ഉരുകി വരട്ടെ കേട്ടോ. ഇനി നമുക്കതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും ഏലക്കായുമാണ് ചേർത്തിട്ടുള്ളത്. ജാതിപത്രി അങ്ങനത്തെയൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് 3 മസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ടൊന്ന് ചൂടാവട്ടെ. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. എവിടെയൊക്കെ ഇട്ടിട്ടാണ് ഉണക്കി വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. പട്ടയായാലും ഗ്രാമ്പൂ ആയാലും ഏലക്ക ആയാലും ഒന്ന് കഴുകിയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സവാളയും കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ടു കേട്ടോ. അത് വീഡിയോയിൽ വന്നില്ല. ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് മതി. ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരി എടുത്താൽ അതിൻ്റെ ഇരട്ടി അളവിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അരിയുടെ ഇരട്ടി അളവിലാണ് വെച്ചിട്ടുള്ളത്. അരി കുതിർന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അരിക്ക് വേണ്ട ചോറൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തോ. ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. വെള്ളത്തിൽ ഒരല്പം കൂടി നിന്നാലാണ് ചോറിലേക്കൊക്കെ പാകം ഉണ്ടാവുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടിയാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഈ ഇലകളൊക്കെ ഇപ്പോൾ എല്ലാവരും ചേർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്. ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ സമയം നമുക്ക് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള അരിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. അതും വീഡിയോയിൽ വരാം, കിട്ടിയില്ല കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ അരി ഒക്കെ വേർപിട്ട് ചോറ് വെന്ത് വരുമ്പോൾ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ മൂടിയിട്ട് വെക്കാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യണം. കൂടുതൽ വിസിലൊക്കെ വന്നാൽ ചോറ് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവും. അപ്പം നെയ്ച്ചോറ് രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ കുക്കറിൽ വെക്കുമ്പോൾ. ഈ സമയം നമുക്ക് നെയ്ച്ചോറിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ അവരവരെ ഇഷ്ടം പോലെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത് വെക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇത്തിരി മൂത്ത് പോയി. മുന്തിരിങ്ങ ഒന്നിങ്ങനെ വീർത്ത് വരില്ലേ, ഈ സമയം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവോള നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളറായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെയ്ച്ചോറിന് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. കാണുമ്പോൾ ഒരു രസം. ഗീ റൈസിനൊക്കെ ഇങ്ങനെ വറുത്ത് ഇടുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കരിയാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കൂട്ടുകാരെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കുറേ പേര് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ചിലതൊന്ന് ഒത്തിരി കറുത്തുപോയി. ഈ സമയം ഞാൻ നെയ്ച്ചോറിലേക്ക് കഴിക്കാനുള്ള ചിക്കൻ കറിയും കൂടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ കുറേ ഇട്ടതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കാണിക്കാത്തത്. ഒരു വിസിൽ വന്നു കുക്കറിൽ. ഈ സമയം തുറന്നാൽ മതി. അത് ഓഫ് ചെയ്തിട്ട് എയർ പോയതിന് ശേഷം ചെയ്യാം. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടിലിരിക്കുമ്പോൾ ഒന്ന് ഒട്ടിയ പോലെ തോന്നും. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നോക്കൂ, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു
വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് സൂപ്പറായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ മല്ലിയിലയും പുതിനയും കൂടി ചേർക്കാം. ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഒരു അത്യാവശ്യം കൂടുതലൊക്കെ ഞാൻ ചേർക്കണത്. വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. എല്ലാവരുടെ അഭിപ്രായം പറയണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.